വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്യം ബെന്റിക് പ്രഭു മുതൽ ഡൽഹൌസി പ്രഭു വരെയുള്ള പ്രഭുക്കന്മാരെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇനി വില്യം ബെന്റിക്കിനെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹേസ്റ്റിങ്ങിനെ കുറിച്ച് അല്ലെ, ഹേസ്റ്റിംഗ് പ്രഭുവിനെ കുറിച്ചിട്ടാണ് പഠിച്ചു നിർത്തിയത്. അപ്പൊ നമ്മള് വില്യം ബെന്റിക് പ്രഭു ആയാലും അതുപോലെ തന്നെ ഡൽഹൌസിക്ക് ആയാലും അത്യാവശ്യം കുറച്ച് നമുക്ക് അധികം തന്നെ പഠിക്കാനുണ്ട്. അതിന്റെ ഇടയിലുള്ള രണ്ട് മൂന്ന് പേര് അത്ര അധികം ഇല്ല കേട്ടോ. അപ്പോ ഈ വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രത്യേകത 1833 ഒരു ചാർട്ടർ ആക്ട് പാസ്സാവുകയുണ്ടായി. 1833 എന്താ പാസ്സായേ? ചാർട്ടർ ആക്ട് പാസ്സായി. ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ആര്? വില്യം ബെന്റിക് പ്രഭു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു. എന്താ വിളിക്കണേ? ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിക്കണം. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വില്യം ബെന്റിക് പ്രഭുവിനെയാണ്. ഇദ്ദേഹത്തെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നും വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കണേ? ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവാണെന്ന് അല്ലെ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് പറയണം? ഇദ്ദേഹത്തിന്റെ പേര്. എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവുമ്പോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇദ്ദേഹമാണ് 1829 സതി നിർത്തലാക്കിയത്. അപ്പൊ സതി എന്ന് പറയുന്ന ദുരാചാരത്തെ നിർത്തലാക്കിയത് ആരാണ്? നമ്മുടെ വില്യം ബെന്റിക് പ്രഭുവാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ തന്നെ സതി നിർത്തലാക്കിയ പോലെ തന്നെ ഇദ്ദേഹം പെൺ ശിശു ഹത്യ നിരോധിച്ചു. ഇപ്പൊ സതി നിർത്തലാക്കി, പെൺ ശിശു ഹത്യ നിരോധിച്ചു. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത്, ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാ സ്ഥാപിതമായത്? കൽക്കത്തയിലാണ് സ്ഥാപിതമായത്. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1835 ഇതൊക്കെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ സ്ഥാപിതമായത് ഏത് പ്രഭുവിന്റെ കാലത്താണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്താണ്. അത് 1835 ഇനി നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് ഇദ്ദേഹം എന്താ പറയാ, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? മെക്കാളെ മിനിറ്റ്സിനെയാണ്. മെക്കാളെ എന്ന് പറയുന്നത് മിനിറ്റ്സ് കേട്ടോ. മെക്കാളെ മിനിറ്റ്സ് ആണ്. മെക്കാളെ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പോലെ തന്നെ ഒരു പ്രഭുവിനെയാണ് മെക്കാളെ പറയുന്നത്. മിനിറ്റ്സ് കേട്ടോ, മിനിറ്റ്സ് എന്നാണ്. മിനിറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതന്നെ കേട്ടോ, മിനിറ്റ്സ് കേട്ടോ. മെക്കാളെ മിനിറ്റ്സ് എന്നാണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്ന് പറയുന്നത് മെക്കാളെ മിനിറ്റ്സ് ആണ്. ഈ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ്? മെക്കാളെ പ്രഭുവാണ് അല്ലെ. മെക്കാളെയാണ് തയ്യാറാക്കിയത്. അപ്പൊ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് 1835 മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയപ്പോ ആരായിരുന്നു നമ്മുടെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയും നമ്മള്? നമ്മുടെ വില്യം ബെന്റിക്കിന്റെ പേര് പറയണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള കമ്മീഷനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണ്ടായി. നിയമ കമ്മീഷൻ. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് 1834 ആരാണ്? നമ്മുടെ വില്യം ബെന്റിക് ആണ് കേട്ടോ.
ഇനി അടുത്തത് കോടതികളില് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ആരാണ്? ഇദ്ദേഹമാണ്. അതായത് കോടതികള് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എന്തായിരുന്നു? പേർഷ്യൻ ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതു ഭാഷയായിരുന്നു ഉണ്ടായിരുന്നേ? പേർഷ്യൻ ഭാഷ. ഈ പേർഷ്യൻ ഭാഷയ്ക്ക് പകരമായി ഏതു ഭാഷ കൊണ്ടുവന്നു? ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? നമ്മുടെ എന്താ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ഇദ്ദേഹമാണ്. കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഇംഗ്ലീഷ് എന്താ പറയുന്നത്, ആ ഭാഷ കൊണ്ടുവന്നത് നമ്മുടെ കോടതികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പേർഷ്യൻ ഭാഷയായിരുന്നു. അതിനു പകരം ഏത് ഭാഷ കൊണ്ടുവന്നു? ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന, ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നാഴികക്കല്ല് എന്ന് വിളിക്കുന്ന മെക്കാളെ മിനിറ്റ്സ് 1835 കൊണ്ടുവന്നത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. ആരുടെ കാലത്താണ്? വില്യം ബെന്റിക്കിന്റെ കാലത്താണ്. ഇനി അടുത്തത്, ഇദ്ദേഹം ഉദാരമനസ്കനായ ഗവർണർ ജനറൽ ആണ്. അതുകൊണ്ട് തന്നെയാണല്ലോ സതി നിർത്തലാക്കി, പെൺ ശിശുഹത്യ നിരോധിച്ചു. ഇതൊക്കെ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ നിലവിൽ വരുമ്പോൾ 1835 നിലവിൽ വരുമ്പോൾ വില്യം ബെന്റിക് ആയിരുന്നു ഗവർണർ ജനറൽ. ഇനി അടുത്തത് എന്താ? 1833 ചാർട്ടർ ആക്ട് പ്രകാരം നിയമിതനായ ഗവർണർ ജനറൽ ആണ്. നിയമ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ വില്യം ബെന്റിക് കഴിഞ്ഞു. അടുത്തത് ചാൾസ് മെറ്റ്കാഫ് എന്ന് പറയുന്ന ആളാണ്. ചാൾസ് മെറ്റ്കാഫ് കേട്ടോ, ചാൾസ് മെറ്റ്കാഫ്. ഇനി 3-4 പേര് പഠിക്കാണ്ട്, പക്ഷെ അവരൊക്കെ തന്നെ 1-2 പോയിന്റുകളെ പഠിക്കാള്ളൂ കേട്ടോ. ചാൾസ് മെറ്റ്കാഫ്, അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. അപ്പൊ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ചാൾസ് മെറ്റ്കാഫ്. പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ഇദ്ദേഹം നിർത്തലാക്കിയത് കൊണ്ടാണ്, പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിശേഷണം കിട്ടാൻ കാരണം. അപ്പൊ പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ ചാൾസ് മെറ്റ്കാഫിനെ കുറിച്ച്. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്ലൻഡ് എന്ന് പറയുന്ന ഒരു പ്രഭുവിനെ കുറിച്ചാണ്. ലോർഡ് ഓക്ലൻഡ്. ഓക്ലൻഡിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് അഫ്ഗാൻ യുദ്ധം നടക്കുകയാണ്. എന്താണ്? ആദ്യത്തെ അഫ്ഗാൻ യുദ്ധം നടക്കുകയാണ്. ആ അഫ്ഗാൻ യുദ്ധം നടന്ന സമയത്ത് ഗവർണർ ജനറൽ ഓക്ലാൻഡ് ആയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒന്നാം അഫ്ഗാൻ യുദ്ധത്തെ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നും ആൾക്കാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വിഡ്ഢിത്തൊക്കെ ഇയാൾ കുറച്ച് ചെയ്തു കൂട്ടുകയുണ്ടായി. കഥ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്ലാൻഡിന്റെ ആ അഫ്ഗാൻ യുദ്ധം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നാം അഫ്ഗാൻ യുദ്ധത്തെയാണ്. ഓക്ലാൻഡ്സ് ഫോളി എന്നാ വിളിക്കണേ. അപ്പൊ ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നപ്പോ ഓക്ലാൻഡ് ആയിരുന്നു ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്ന് ഒന്നാം അഫ്ഗാൻ യുദ്ധത്തെ വിളിച്ചു. അടുത്തത് ഒരു പ്രഭു എല്ലൻബറോ എന്ന് പറയുന്ന പ്രഭു ആട്ടോ. എല്ലൻബറോ പ്രഭു. എന്താ എല്ലൻബറോ പ്രഭുവിന്റെ പ്രത്യേകത? ഇദ്ദേഹം അടിമത്തം നിർത്തലാക്കി എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അടിമത്തം ആരാ നിർത്തലാക്കിയേ? എല്ലൻബറോ പ്രഭു. അടിമത്തം ഇന്ത്യയില് അടിമത്ത നിയമം എന്നാ പാസാക്കിയേ? 1843. അപ്പൊ അടിമത്ത നിയമം പാസാക്കി 1843, അടിമത്തം നിർത്തലാക്കി എല്ലൻബറോ പ്രഭു. അടുത്തത് അത്രേ ഉള്ളൂ. അടുത്തത് ഹർഡിഞ്ച് ഒന്നാമന. അടുത്ത ആളുടെ പേരെന്താണ്? ഹർഡിഞ്ച് ഒന്നാമൻ എന്ന് പറയുന്ന പ്രഭുവാണ്. ഹർഡിഞ്ച് ഒന്നാമനെ കുറിച്ച് നിങ്ങൾ 2 കാര്യം പഠിക്കുക. ഒന്ന്, സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച വ്യക്തി അദ്ദേഹം. എന്താ പ്രോത്സാഹിപ്പിച്ചേ? സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ലാഹോർ സന്ധി ഒപ്പുവെച്ചത്. അപ്പൊ ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ എന്നും സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? ഹർഡിഞ്ചിന്റെ പേരാണ് പറയേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എന്താ പറയാ ഇദ്ദേഹത്തെ കുറിച്ച്
പഠിച്ചത് ഹർദിൻ ചൊന്താമിനെ കുറിച്ച്. സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു, ലാഹോർ സന്ധിയിൽ ഒപ്പുവെച്ചു, അടിമത്തം നിർത്തലാക്കി എല്ലൻ ബറോ പ്രഭു, ഇന്ത്യയിൽ അടിമത്ത നിരോധന നിയമം കൊണ്ടുവന്നു, ഇന്ത്യയിൽ അടിമത്ത നിയമം പാസാക്കി 1843. ഒന്നാം അഫ്ഗാൻ യുദ്ധ സമയത്ത് ഗവർണർ ജനറൽ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്ന ഒന്നാം അഫ്ഗാൻ യുദ്ധം. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ചാൾസ് മെറ്റ്കാഫ്, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്നു ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതും ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് നമുക്ക് ആരെ കുറിച്ചാണ്? ഡൽഹൌസി പ്രഭുവിനെ കുറിച്ചാണ്. ഈ ഡൽഹൌസി പ്രഭുവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ജനറൽമാര് മാറി വൈസ്രോയിമാര് വരും. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വൈസ്രോയിമാർ എന്ന ടോപ്പിക്ക് പഠിക്കും. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ഡൽഹൌസിയെ എന്ത് വിളിക്കുന്നു? ആധുനിക ഇന്ത്യയുടെ പിതാവ്. അപ്പൊ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. കുറെ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. ഒന്ന്, ഇന്ത്യയിൽ ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നു. അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് നമ്മുടെ PWD പറയില്ലേ, പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഗവർണർ ജനറൽ ഇദ്ദേഹമാണ്. റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് എവിടുന്ന് തൊട്ട് എവിടം വരെയാണ്? മുംബൈ ടു താനെ. എവിടം വരെയാണ്? മുംബൈ മുതൽ താനെ വരെയാണ്. റെയിൽവേ ഇദ്ദേഹം ആരംഭിച്ചു. അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. 1854. അതുപോലെ തന്നെ ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ടെലഗ്രാഫ് 1851. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം തുടങ്ങിയല്ലേ. ഈ ടെലഗ്രാഫ് സംവിധാനം എവിടെ തൊട്ട് എവിടം വരെയായിരുന്നു മക്കളെ? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ. കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ് നമ്മുടെ ആദ്യത്തെ ടെലഗ്രാഫ് സർവീസ് കേട്ടോ. ഇനി അടുത്തത് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇദ്ദേഹം ഇംഗ്ലീഷ് എന്താ പറയാ, വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട്. കമ്മീഷന്റെ പേര് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ്. നേരത്തെ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇദ്ദേഹം വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ആരെ നിയമിച്ചേ? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ഇതിനെ എന്താ വിളിക്കണേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാ വിളിക്കണേ. മാഗ്ന കാർട്ട. എന്താണത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട അത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഏതാണ്? വുഡ്സ് ഡെസ്പാച്ച് ആണ്. വുഡ്സ് ഡെസ്പാച്ച് ആരാ തയ്യാറാക്കിയെന്ന് പഠിക്കൂ. വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ആരാണ്? ചാൾസ് വുഡ് ആണ്. ആരാ തയ്യാറാക്കിയത്? ചാൾസ് വുഡ് ആണ്. വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയതും ഇദ്ദേഹമാണ്. അതിന്റെ കരട് രൂപം തയ്യാറാക്കിയതും ഇദ്ദേഹമാണ്. വിധവ പുനർവിവാഹ നിയമം പാസ്സായത് 1856 നിയമം പാസ്സായത് 1856 1855-56 കാലയളവില് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗോത്ര കലാപമായ സാന്താൾ കലാപം നടക്കുകയാണ്. ആ സാന്താൾ കലാപം നടക്കുമ്പോഴത്തെ ഗവർണർ ജനറലും ഇദ്ദേഹം തന്നെയാണ്. ഇത്രയും ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് പഠിക്കാനുള്ളതാ. ഡൽഹൌസി പ്രഭുവിനെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. കാരണം ഇതാണ്, പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നു, റെയിൽവേ കൊണ്ടുവന്നു, തപാൽ സംവിധാനം കൊണ്ടുവന്നു,
ടെലഗ്രാഫ് കൊണ്ടുവന്നു അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആധുനിക ഇന്ത്യയുടെ പിതാവ്. റെയിൽവേ 1853 ഏപ്രിൽ 16 ആദ്യത്തെ ട്രെയിൻ സർവീസ് ബോംബെ മുതൽ താനെ വരെ. തപാൽ സംവിധാനം 1854 ആധുനിക തപാൽ സംവിധാനം. ടെലിഗ്രാഫ് ലൈൻ 1851 കൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ. ഇതൊന്നും കൂടാണ്ട് അദ്ദേഹം ദത്താവകാശ നിരോധന നിയമം പാസാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് വുഡ് ആണെന്ന് പറയണം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കി. നിയമം 1856 പാസ്സായി. 1855-56 സമയത്ത് സാന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറലും ഡൽഹൌസി ആയിരുന്നു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതും ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരും കേട്ട് നന്നായി പഠിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ മാക്സിമം നമുക്ക് ഗവർണർ ജനറൽമാര് കഴിഞ്ഞ് ഇന്ന് ഗവർണർ ജനറൽ കഴിഞ്ഞല്ലോ, വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്കും കൂടിയും അവസാനിപ്പിക്കുക. അപ്പൊ നമ്മുടെ ഏകദേശം കുറച്ചും കൂടെ കഴിയുമ്പോൾ മോഡേൺ ഇന്ത്യ നമ്മുടെ തീരും, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയും തീരും. അപ്പൊ നമ്മുടെ വേഗം പഠിച്ച് നമ്മുടെ കഴിഞ്ഞ് നമുക്ക് റിവിഷന് കുറച്ചധികം സമയം ഉണ്ടാവും. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.